പതിനാലാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ 9,000-ലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എത്തുന്നു. ഓരോ റൗണ്ട് കഴിയും തോറും ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ UDF പ്രവർത്തകർ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇത്ര പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനത്തിനായി ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിനടുത്തേക്ക് എത്തുകയാണ്. ഒരു 15,000 വോട്ട് ഭൂരിപക്ഷം ഇപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി കാണുന്നത്. വലിയ ആവേശത്തിലേക്കാണ് UDF പ്രവർത്തകർ എത്തുന്നത്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം നിർബന്ധമായിട്ടും ഇതിൽ അലയടിച്ചിട്ടുണ്ട്. സ്വരാജ് ഏലത്ത് പോലും എത്തില്ല. ഈ പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തോ? 20,000 കിടക്കും. എത്ര? 20 വർഷം അധികല്ലേ? 20 ഭൂരിപക്ഷം ഉണ്ടാവും. ഓക്കെ, വലിയ ഭൂരിപക്ഷം ഇപ്പോൾ പ്രതീക്ഷിക്കുകയാണ്. അൻവർ കുറെ വോട്ട് പിടിച്ചിട്ടുണ്ട്. 15,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ UDF പ്രവർത്തകർ പങ്കുവെക്കുന്നത്. നിലമ്പൂർ നഗരസഭയിലെ വോട്ടുകൾ എണ്ണുന്നു. ഇനി അമരമ്പലം എന്ന് പറയുന്ന CPM-ന്റെ ശക്തി കേന്ദ്രത്തിലെ വോട്ടുകൾ കൂടി എണ്ണാറുണ്ട്. അപ്പോഴും UDF-ന് മുന്നിട്ട് നിൽക്കാൻ കഴിയും, മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് ഇപ്പോൾ UDF പ്രവർത്തകർ. ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഇതിന് മുന്നിൽ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് UDF-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ് UDF പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നാഷണൽ ലീഗിന്റെയും എല്ലാം പ്രവർത്തകർ ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിജയം ആഘോഷിക്കുകയാണ്. UDF-ന്റെ വിജയം സുനിശ്ചിതമായത് അത് ആഘോഷിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകർ.